ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ തുടക്കം, ഒരു പ്രണയത്തിൻ്റെ തണുപ്പ്, ഒരു ബന്ധം തീർത്ത് കളിക്കുന്ന ബെട്രായൽ സിൽസില സീരിയലിൻ്റെ പുതിയ പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാർട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടെ അനേബിൾ ചെയ്ത് വിടണേ. എന്നാൽ നമുക്ക് നേരെ കഥയിലോട്ട് പോവാം. കഴിഞ്ഞ പാർട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നത് മൗലിയെ ഗുണാല് വിളിച്ചിട്ട് മൗലി ഫോൺ എടുക്കാത്തത് കൊണ്ട് ഗുണാലിന് നല്ല ദേഷ്യത്തിൽ നിൽക്കുന്നതോടെയാണ് നമ്മൾ കഥ അവസാനിപ്പിക്കുന്നത്. എന്നാൽ നമുക്ക് ഇന്നത്തെ കഥയിലോട്ട് പോകാം. ഗുണാല് തുടരെ മൗലിക്ക് കോൾ ചെയ്തിട്ടേ ഇരിക്കുന്നു. പെട്ടെന്ന് തന്നെ മൗലി കോൾ എടുക്കുന്നു. സോറി ഗുണാൽ, ഒരു എമർജൻസി കേസുണ്ട്, എനിക്കിന്ന് സിനിമയ്ക്ക് വരാൻ പറ്റത്തില്ല. ഇത് കേട്ടതും ഗുണാലിന് നല്ല ദേഷ്യം വരുന്നു. ഉടനെ തന്നെ കോൾ കട്ട് ചെയ്തിട്ട് അവൻ പോകുന്നു. അടുത്ത സീനിൽ നന്ദിനിയാണ് കാണിക്കുന്നത്. അവളെ ഹസ്ബൻഡ് അവളെ എത്ര തന്നെ കഷ്ടപ്പെടുത്തിയാലും അവന് വേണ്ടി കഷ്ടപ്പെട്ട് വെറൈറ്റി ആയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്നു. അപ്പോൾ തന്നെ അവൻ വരികയാണ്. എന്താ നല്ല മണം വരുന്നല്ലോ, എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണോ? അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴിക്കൂ, ഞാൻ വിളമ്പിത്തരാം എന്നും പറഞ്ഞ് അവൻ ആഗ്രഹത്തോടെ എല്ലാം വിളമ്പി കൊടുക്കുന്നു. അവനൊരു വായി വച്ചതും അയ്യേ എന്താടി ഉണ്ടാക്കി വച്ചേക്കുന്നത്, എങ്ങനത്തെ ഫുഡാണ് ഉണ്ടാക്കുന്നത്, എന്നെ കൊല്ലാൻ നോക്കുവാണോ നീ ദ്രോഹി എന്നും പറഞ്ഞ് അവൻ എണീറ്റ് പോകുന്നു. ഇത് നന്ദിനിക്ക് നല്ല സങ്കടമാകുന്നു. അയ്യോ, ഞാൻ എന്താഗ്രഹിച്ചാണ് ഇതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചത്, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നല്ലോ, എൻ്റെ വിധി എന്നും പറഞ്ഞ് കരഞ്ഞിട്ടേയിരിക്കുന്നു. അടുത്ത സീനിൽ ഗുണാൽ വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അവൻ നല്ല ദേഷ്യത്തിലാണ്. ഡാ, മൗലി നിന്നെ ടെറസിൽ വെയിറ്റ് ചെയ്യുവാണ് എന്നും പറഞ്ഞ് അവൻ്റെ അമ്മ വരുന്നു. എന്നാൽ ഗുണാലാവട്ടെ പോകുന്നുമില്ല. അവർ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. അങ്ങ് പോയി നോക്കുമ്പോൾ ഫ്ലവേഴ്സ്, ലൈറ്റ്, അവരെ ഫോട്ടോസ് എല്ലാം ഒരുമിച്ച് വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടതും അവനും ഇഷ്ടപ്പെടുന്നു. ഉടനെ തന്നെ മൗലി പുറകേന്ന് വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഓ, ഇതൊക്കെ നിൻ്റെ പണിയാണോ, ഞാൻ പോണു എന്നും പറഞ്ഞ് അവൻ പോകാൻ പോകണം. അപ്പോൾ തന്നെ മൗലി അവനെ സമാധാനപ്പെടുത്താൻ അവനൊരു ചെയറിലിരുത്തിയിട്ട് ഹോട്ട സെക്സിയ ഡാൻസ് കളിക്കുന്നു. ഒരു വിധത്തിൽ അവനും സമാധാനപ്പെടുന്നു. അതേ സമയത്ത് തന്നെ മൗലിക്കൊരു മെസ്സേജ് വരുന്നു. അത് ഗുണാൽ എടുത്ത് നോക്കുന്നു. നന്ദിയുണ്ട് മൗലി, നീ ഇന്ന് ഡെലിവറി ഏറ്റെടുത്ത് ചെയ്തില്ലെങ്കിൽ ഞാൻ കുഴയുമായിരുന്നു. വളരെ നന്ദിയുണ്ട് മൗലി. ഇത് കണ്ടതും ഗുണാലിന് നല്ല ദേഷ്യം വരുന്നു. അപ്പോൾ ഇത് നിന്റെ ഡ്യൂട്ടി അല്ലായിരുന്നോ? വേറെ ഒരാൾക്ക് വന്ന ജോലി ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നോ? അപ്പം നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്തതല്ലേ എന്നും പറഞ്ഞ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ബാത്റൂമിൽ പോയി ലോക്ക് ചെയ്തിരിക്കുന്നു. പ്ലീസ് ഗുണാൽ, ദയവായി ഡോർ തുറക്ക്, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. എൻ്റെ സീനിയർ ഡോക്ടർ ആളില്ലാതെ കഷ്ടപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല പാവം തോന്നി, അതാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. പ്ലീസ് ഗുണാൽ, മനസ്സിലാക്ക്, ഇതൊരാളെ ജീവൻ രക്ഷിക്കുന്ന കാര്യമല്ലേ, ഇതെൻ്റെ ജോലിയല്ലേ. ആസ് എ ഡോക്ടർ ഞാൻ അയാളെ ഹെൽപ്പ് ചെയ്തു, അതിന് നീ എന്തിനിങ്ങനെയൊക്കെ കാണിക്കണേ? കുറേയൊക്കെ പറഞ്ഞു നോക്കി അവനെ സമാധാനപ്പെടുത്താൻ. ബട്ട് ഇതൊക്കെ കേട്ടിട്ട് ഗുണാൽ സമാധാനപ്പെടുന്നില്ല. ഓക്കെ, ഞാൻ നിൻ്റെ ജോലിയെ റെസ്പെക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഇത്രയും നാൾ ഞാൻ ക്ഷമിച്ചു പോയത്. ബട്ട് ഇന്ന് സൺഡേ, നീ വേണമെന്ന് വെച്ചാണ് ഇന്ന് ആ ഡ്യൂട്ടി ഏറ്റെടുത്തത്, അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കേട്ടത് മൗലിക്ക് ഒരുമാതിരിയാവുന്നു. ഇവൻ എങ്ങനെ വെളിയിൽ കൊണ്ടുവരാം? ഒരൈഡിയ, നീ വരുന്നില്ലേ വേണ്ട, പോ, ഞാൻ ബുക്ക് വായിക്കാൻ പോകുന്നു, പിന്നെ ഞാൻ ഉറങ്ങാനും പോകുന്നു, നീ വരണ്ട. ഇത് കേട്ടതും ഗുണാലിന് വീണ്ടും ദേഷ്യം വരുന്നു. എന്ത്, ഞാനിവിടെ എൻ്റെ സങ്കടം സംസാരിച്ചിട്ടിരിക്കുന്നു, അപ്പം നിനക്കിതൊന്നും വലിയ കാര്യമായിട്ട് തോന്നുന്നില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ ബുക്ക് വായിക്കാൻ പോകുന്നു, നിന്നെ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് രണ്ടുപേരും ഒരു ചെറിയ ഫൈറ്റ് നടക്കുന്നു. അപ്പോൾ അവൻ ആ ബുക്ക് വലിക്കുമ്പോൾ അതിൽ നിന്നും ഒരു ഫോട്ടോ താഴോട്ട് വീഴുന്നു. അത് നന്ദിനിയുടെയും മൗലിയുടെയും ഒരുമിച്ചുള്ള ഫോട്ടോ ആണ്. അയ്യോ, അത് ഗുണാൽ കാണുമോ എന്നും പറഞ്ഞ് ആ ഫോട്ടോ എടുക്കാൻ മൗലി പോകുന്നു. ആ ഫോട്ടോ എടുക്കാൻ ഗുണാലൻ ട്രൈ ചെയ്യുന്നു. ഒടുവിൽ മൗലി ആ ഫോട്ടോ എടുത്ത് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു. ഇത് ഗുണാലിന് ദേഷ്യം വരുന്നു. എന്തോന്നു മൗലി, നിൻ്റെ ഫ്രണ്ടിനെ എൻ്റെ അടുത്ത് നിന്ന് എന്തിനു ഒളിക്കുന്നേ? ഒരു കാര്യവും എൻ്റെ അടുത്ത് പറയുന്നുമില്ല, എന്നെക്കാളും വലുതാണ് നിനക്ക് അവള്. ഇങ്ങ് നോക്കൂ ഗുണാൽ, എനിക്ക് അവൾ വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, അവളെൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവളെ പറ്റിയുള്ള ഒന്നും എന്നോട് ചോദിക്കരുത്.
ഞാൻ അവളെ ഫോട്ടോ കാണിക്കൂല. എന്നാൽ അത് ഗുണാലിന് ഒരുമാതിരിയാവുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദിനിയാണ് കാണിക്കുന്നത്. അവൾ കുറച്ച് ദിവസം ഒരുമാതിരിയൊക്കെ തോന്നും. ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുമോ എന്ന് ഡൗട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ട് പ്രഗ്നൻസി കിറ്റ് ഓർഡർ ചെയ്ത് വാങ്ങുന്നു. അത് വാങ്ങി വയ്ക്കുന്ന സമയത്ത് തന്നെ ആ സൈക്കോ ഹസ്ബൻഡും അവിടെ വരുന്നു. എന്തോന്ന് വാങ്ങിയേ? ഇല്ല, അടുക്കളയിലൊരു സാധനം ഓർഡർ ചെയ്തിരുന്നു, അതാണ് വാങ്ങിയേ എന്നും പറഞ്ഞ് അവനെ ഒഴിവാക്കി വിടുന്നു. ഓ ശരി, എൻ്റെ കാർ കീ കണ്ടോ? ഇവിടെയൊന്നും കാണുന്നില്ല, നോക്കട്ടെ, ഞാൻ തേടിത്തരാം എന്നും പറഞ്ഞ് അവൾ എല്ലായിടത്തും തേടുന്നു. കറക്റ്റായിട്ട് അവൾ പ്രഗ്നൻസി കിറ്റ് വെച്ചിരുന്ന ആ ഹാൻഡ് ബാഗ് തന്നെ അവ എടുക്കാൻ പോകുന്നു. അവൾ നന്നായിട്ട് പേടിക്കുന്നു. അയ്യോ, അതിലാണല്ലോ ആ കിറ്റ് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടാ ഇന്നത്തോടെ എല്ലാം തീർന്നു. അവനാണ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ടാന്നല്ലേ, ഈ കാര്യം അറിഞ്ഞാൽ എൻ്റെ അടുത്ത് നല്ല ദേഷ്യപ്പെടുമല്ലോ, ഇനി എന്ത് ചെയ്യാം, ഇനി എന്നെ ഉപദ്രവിക്കുമോ എന്നൊക്കെ അവൾ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുന്നു. അവനാണേ ഹാൻഡ് ബാഗ് കയ്യിലെടുത്ത് അതിലോട്ട് തേടാൻ പോകുന്നു. ശേഷം നെക്സ്റ്റ് പാർട്ടിൽ നാളെ നമുക്ക് സൈക്കോ ഹസ്ബൻഡ് ആ കിറ്റ് കണ്ട് നന്ദിനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു, ഇനി അവൻ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കും എന്നൊക്കെ നമുക്ക് നാളെ കാണാം. ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഇതേ സമയം ഞാൻ അടുത്ത പാട്ടുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.